ഏവർക്കും SB കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് 45 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി വെള്ളട പഞ്ചായത്തിലെ കാക്കതൂക്കി ചെമ്പകത്തിൻപാറ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കുറേ ഐതിഹ്യങ്ങളും കേട്ടതിൻ്റെ പകരമാണ് ഞാനിവിടെ വന്നത്, ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുണ്ട്, അവരോട് സംസാരിക്കാം ആ ഐതിഹ്യങ്ങളെക്കുറിച്ച്. അതിനകത്ത് പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ അക്ഷയയിൽ പറഞ്ഞപ്പോഴേ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല, ഇതൊന്നും ചോദിക്കില്ല, അല്ലാതെ കച്ചേരിയിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് അവർ പറയണേ. അക്ഷയയിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അപ്പോഴെടുത്തില്ലല്ലോ നിങ്ങൾ നിന്നപ്പോൾ. നിങ്ങളാരും മുമ്പ് സംസാരിക്കുന്നത്, അതാ മറ്റേ കക്ഷിയാ? അങ്ങനെ ഞാൻ ശ്രീകോവിലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ കോവിലിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലറിയാൻ നമ്മുടെ ക്ഷേത്രപാരകളിൽ ഒരാളുണ്ട്. ഞാൻ മൈക്ക് അവരെ കൊടുക്കുകയാണ്. കാക്കതൂക്കി ചെമ്പകത്തിൻപാറ ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് പണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ അച്ഛൻ്റെയൊക്കെ പഴയ കാലത്തുള്ള ഇത് പറയുകയാണെങ്കിൽ, ഇവിടെ കുറേ ആദിവാസികളായ കാണിക്കാരും നാട്ടുകാരായ പലരുടെയും സൗഹൃദത്തോടെ ഇവിടെ എല്ലാം മൊത്തം പാറയായിരുന്നു. ഈ പാറയുടെ പുറത്ത് ഒരു ആലും കുറേ ചെമ്പകങ്ങളുമായിരുന്നു. ഈ ആലിൻ്റെ മൂട്ടിൽ ശില വെച്ചാണ് പണ്ട് പൂർവ്വികരുത് എൻ്റെ അച്ഛൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളവർ പൂജ നടത്തിക്കൊണ്ടിരുന്നത്. ആ ശില വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ കാണിക്കാരുടെ അവരുടേതായ ഒരു പൂജാക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നത്, അത് ഞാൻ പറഞ്ഞ കേട്ടത്തുള്ള കേരളത്തിൽ തന്നെ സ്ത്രീ പൂജ ചെയ്യണ ഒരു ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അത് ഇവിടെ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്രയും ഒരു പുരാതനമായ കാര്യങ്ങൾ പൂർവ്വികരിൽ നിന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നല്ല വിശ്വാസമാണ് ഇവിടെയുള്ള സർവ്വ മതർക്കും ഭയങ്കര വിശ്വാസമാണ്. കാക്കതൂക്കി ചെമ്പകത്തിൻപാറ ശിവക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ട് ഇവിടെ വന്നാണ് അയ്യപ്പൻ കെട്ടി ഈ ചുറ്റുവട്ടത്തുനിന്ന് വേറെ ക്ഷേത്രങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് അയ്യപ്പൻ കെട്ടി പോകുന്ന നാനാ ജാതിക്കാരായ ആൾക്കാരോടുണ്ട്. രണ്ടാമത് ഈ ശില വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് ക്ഷേത്രം വേണമെന്ന് ഉള്ള ഒരു ഇത് വന്നപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് പലരുടെയും സഹായത്തോടെ പണ്ട് വനങ്ങളിൽ നിന്ന് ഇതുവഴി തടി വെട്ടിക്കൊണ്ട് പോകുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അവരെ ഈ തടിയും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പണ്ട് ശങ്കരൻകാണിയുടെ കാലഘട്ടത്തിൽ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ അവരുടെ എല്ലാവരുടെയും സഹായത്തോടെ ഇവിടെ ഒരു ക്ഷേത്രം പണിത്. അത് പക്ഷേ ക്ഷേത്രം പണിതെങ്കിലും കോട്ട വെച്ചാണ് അന്നത്തെ കാലഘട്ടത്ത് ഈ പൂജ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ആ പൂജ കുറേ കാലം കഴിഞ്ഞപ്പോൾ ക്ഷേത്രം ജീർണിച്ച് വന്നപ്പോൾ കോട്ടയ്ക്ക് കേടുപാടുകളൊക്കെ വന്നു. അന്ന് അടുത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്നവർ പറഞ്ഞ് ക്ഷേത്രം പുതുക്കി പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ഈ പാറയുടെ അടുത്ത് ഈ വിഴുവിൻ്റെ ഇടയ്ക്കൂടെയാണ് നമുക്ക് ശരിക്ക് ദർശനം തൊഴാൻ പറ്റുള്ളായിരുന്നു. അത് കാലക്രമേണ ഈ പാറയുടെ വളർച്ച കൊണ്ട് പൊക്കം വരികയും രണ്ടാമത് ഈ വിഴു കൊണ്ട് ഇത് അടയുകയും ചെയ്തപ്പോൾ സുഗമമായി അതിനിടയ്ക്കൂടെ നമുക്ക് തൊഴാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞ്, നാട്ടുകാരായ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കിയപ്പോഴും ശരിയാണ്, ഇതിങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുനിഞ്ഞ് ഇങ്ങനെ നോക്കി തൊഴാൻ പറ്റുള്ളൂ. ആ ഒരു ഘട്ടം വന്നപ്പോൾ ദേവപ്രശ്നമൊക്കെ നടത്തി ക്ഷേത്രം പുനരുദ്ധരിച്ച് നല്ല ഐശ്വര്യത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. പക്ഷേ യാദൃശ്യം എന്ന് പറയട്ടെ, ഇത് ക്ഷേത്രം അതിന് കുറച്ച് പേര് 10 അടി മാറിയാണ് ഇപ്പോൾ ക്ഷേത്രം വന്നതെങ്കിലും ഇപ്പോഴും ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിഴുവിനകത്ത് നിന്നാണ് തൊഴേണ്ടതും അതിനകത്തൂടെയാണ് കയറി വരുന്നത്. അതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്. നമുക്കത് പറയാതിരിക്കേണ്ട, ഇതൊരു നമുക്ക് പ്രതിനിധിച്ച് ഇവിടെ കാണാവുന്ന കാര്യങ്ങളാണ്.
പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സർവ്വ മതക്കാർക്കും അംഗീകരിക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് ഈ ചെമ്പകത്തുംപാറ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അത്ര ഐതിഹ്യമുള്ളതും വിശ്വാസമുള്ള ഒരു ഇടമാണ്. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, സഖ്യൻ്റെ എന്താ പറയുക മടിത്തട്ടിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാളിമലയുടെ കറക്റ്റ് ഫോക്കസാണ്. കാളിമല ഇവിടെ നിന്ന് നോക്കിയാൽ വ്യക്തമായും കാണാം. അതുപോലെ എന്തോ ഈ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നല്ല വിശ്വാസവും എന്താ നല്ല സഹകരണമുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പൂജാക്രമങ്ങളെന്ന് പറയുന്നത് തിങ്കളും വെള്ളിയുമാണ്. പിന്നെ തിരുവാതിര, ആയില്യം ഇങ്ങനെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, മകരവിളക്ക് അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പ്രധാനമായിട്ട് തിങ്കളും വെള്ളിയാണ് വാർഷിക പൂജ. വന്നിട്ട് പിന്നെ ശിവരാത്രി മഹോത്സവം നമ്മൾ നടത്താറുണ്ട്. ഒരു ദിവസത്തെ എല്ലാ യാമപൂജകളും കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. അതായത് വൈകുന്നേരത്തെ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെളുപ്പാങ്കാലം വരെയുടെ എല്ലാ യാമപൂജകളുടെ എല്ലാ പൂജാക്രമങ്ങളും ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മകരവിളക്ക് മഹോത്സവം നമ്മൾ ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ മകരവിളക്ക് മഹോത്സവമാണ് നടത്തുന്നത്. അപ്പോൾ ക്ഷേത്രം പുനരുദ്ധരിച്ച് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പ്രതിഷ്ഠാ മഹോത്സവമാണ് നമ്മൾ ജൂണിൽ നടത്തുന്നത്. അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ജൂൺ പ്രതിഷ്ഠോത്സവം. പിന്നെ അല്ല മറ്റ് പൂജാക്രമങ്ങൾ അതിൻ്റെതായ പ്രകാരം നടത്തുന്നുണ്ട്. ഉപദേവതകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗണപതി ക്ഷേത്രമുണ്ട്, അയ്യപ്പൻ ക്ഷേത്രമുണ്ട്, പിന്നെ നാഗര്, മന്ത്രമൂർത്തി, പിന്നെ ഹനുമാൻ, മുരുകൻ, നാഗര്. ഇതിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് കൊണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളത് ഈ പ്രദേശത്ത് മൊത്തം ഉള്ളവരുടെ അയ്യപ്പൻ കെട്ട് നടക്കുന്ന ഒരു ക്ഷേത്രത്തിന്. അതുകൊണ്ട് അയ്യപ്പന് പ്രത്യേക പ്രാധാന്യം ഇവിടെ ഉണ്ട്, അയ്യപ്പ ക്ഷേത്രത്തിന്. കാരണം അത്രയും ഉള്ള ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ മുരുകനായാലും ദേവപ്രശ്നത്തിൽ ഇവരുടെ എല്ലാ പിന്നെ ദേവിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് അനുഭവമുള്ള കഥ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 57 വയസ്സായി. പക്ഷേ ഇവിടെ ദേവിക്ക് ഇവിടെ പുറത്ത് വെച്ച് ഇങ്ങനെ ഒരു ശില വെച്ചാണ് പൂജ നടത്തിക്കൊണ്ടിരുന്നത്. അത് ശിലയിൽ നിന്ന് വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പുള്ള പ്രായമായ ആൾക്കാർ പറഞ്ഞ് ഈ ശില അതൊന്ന് വെച്ച സമയത്ത് ഇതല്ല, ഇതിന് വളർച്ചയുണ്ടെന്ന് അവർ പറയുകയും അതിനനുസരിച്ച് നമുക്ക് ദേവി ക്ഷേത്രത്തിന് ഇവിടെ ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശിവനോടൊപ്പം ദേവിക്കും നല്ലൊരു ക്ഷേത്രം നമ്മൾ പണിത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇത് നമ്മളിവിടെ പ്രധാന ഗണപതി ക്ഷേത്രമാണ്. നമ്മളിവിടെ ഉത്സവത്തിന് ഗണപതി ഹോമത്തിനെല്ലാം ഇവിടെ ഒരു സൗകര്യം വേണമെന്നുള്ളതിൻ്റെ മനസ്സിലാക്കി ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ടും പ്രതിഷ്ഠയായിട്ടൊക്കെ ബന്ധപ്പെട്ടും പിരിവിനിറങ്ങിയപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലൂടെ വേണമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഏകദേശം ഉപക്ഷേത്രങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ശിവനും ദേവിയും മറ്റ് എല്ലാ ക്ഷേത്രങ്ങളും കൂടെ നോക്കുമ്പോൾ 8-9 ക്ഷേത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിരിവായിട്ട് ആത്തി ഇറങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ മെയിൻ ക്ഷേത്രം പണിയേണ്ടത് നമ്മളൊരു മൊത്തത്തിൽ കോമൺ ആയിട്ട് എല്ലാവരുടെയും പിരിവെടുത്തും മറ്റ് ക്ഷേത്രങ്ങൾ ഓരോരുത്തരെ കണ്ട് ചെയ്യണമെന്നുള്ള രീതിയിലും അങ്ങനെ നമ്മളിങ്ങനെ കമ്മിറ്റിയെ കൂടി ആലോചിച്ചിട്ടുണ്ടപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിന് വേണ്ടി ഒരാളെ നമ്മൾ എല്ലാവരും കൂടെ ചെന്ന് സമീപിച്ചപ്പം ഫസ്റ്റ് ഘട്ടത്തിൽ അയാൾ ഒരു പ്രതിയും പറയാതെ അയാൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സമ്മതിച്ച് നല്ലൊരു ഐശ്വര്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഗണപതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര പണിയേയും ഇപ്പോൾ നല്ല ഇതായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ അയ്യപ്പ ക്ഷേത്രം. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മകരവിളക്കിനും അല്ല മാസപൂജയ്ക്കൊക്കെ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ഇവിടെ നിന്നാണ് കെട്ടി ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അയ്യപ്പന് ഇവിടെ യഥാർത്ഥത്തിൽ നല്ല പ്രാധാന്യമുണ്ട്. ഇവിടെ മന്ത്രിമൂർത്തിയാണ്. നമ്മൾ ഇവിടെ ദേവപ്രശ്നം വെച്ചപ്പോൾ മന്ത്രിമൂർത്തിക്കും യോഗീശ്വരനും ഇവിടെ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അതിനടിസ്ഥാനത്തിൽ അവർക്കും ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇത് ഹനുമാൻ ക്ഷേത്രമാണ്. ഇവിടെ ഹനുമാനും ഇവിടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹനുമാനും പ്രത്യേക പീഠം വേണമെന്ന് പറഞ്ഞ് നമ്മളൊരു ചെറിയ ക്ഷേത്രമായിട്ട് തന്നെ ഹനുമാനും ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് മുരുക ക്ഷേത്രമാണ്. മുരുകന് ഇവിടെ പ്രാധാന്യമുണ്ടെന്ന് മഹാദേവൻ പറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുരുകനും ഇവിടെ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം നമ്മൾ പണിതിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ, അതായത് ഈ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഫ്ലോർ ലെവലിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇതെല്ലാം ഫുൾ പാറയാണ്, അടി മൊത്തത്തിൽ ചുറ്റും പാറയാണ്. അപ്പോൾ ഈ പാറയുടെ സെൻറ്ററിൽ ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയുണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ളവർ അന്ന് ക്ഷേത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോഴാണ് ആ കുളിയൊക്കെ മാറിയിട്ട് ചുറ്റുമതിലൊക്കെ വന്നത്. പക്ഷെ ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ ഇതിന്. നമുക്ക് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം എന്ന് പറയാം ഇതിനകത്ത് കിടക്കുന്ന ഈ വെള്ളം, ഈ കിണറിനകത്ത് ഇത് അത്രയും നല്ല ഒരു ഐതിഹ്യമുണ്ട് ഈ കിണറിന്.
തെക്കിൻ്റെ ഒരു വ്യൂ എടുത്തിട്ട് തെക്കിൻ്റെ അടിവാരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണ്. ഈ ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ശിവനോടൊപ്പം തന്നെ തൊട്ട് പരിസരത്ത് ഒരു ശില എടുത്ത് വെച്ച് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പൂജിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു കാലക്രമേണ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ശിലയ്ക്ക് വ്യത്യാസങ്ങളും വളർച്ചയും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിന് ദേവിക്ക് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ദേവീക്ഷേത്രം നമ്മളിവിടെ പണിത്. എല്ലാവർക്കും ദേവീക്ഷേത്രം ഇവിടെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ചു. നാഗക്ഷേത്രം പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട് നാഗക്ഷേത്രത്തിന് പ്രത്യേക ഒരു പ്രാതിനിധ്യമുണ്ട് ഇവിടെ. നല്ല എന്താ പറയുക, ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ആയില്യത്തിന് ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അത് പ്രത്യേക ഒരു വിശ്വാസമാണ്. അത് കൃത്യമായിട്ട് എല്ലാ ആയില്യത്തിനും ഇവിടെ പൂജാക്രമങ്ങൾ നടക്കും. എൻ്റെ പേര് ടി രാജുവാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് നിലവിൽ. പഴയ തെക്കത് ഇവിടെ ഉള്ള കാലം മുതൽ ഇവിടുത്തെ പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ ഓർമ്മയിലൊരു 25 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാകും ഇവിടുത്തെ പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ നാട്ടിലുള്ള എല്ലാ മതത്തിലുമുള്ള ആളുകൾ ഇവിടെ വന്ന് പൂജയിലൊക്കെ പങ്കെടുക്കുകയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അവരെ സഹകരണം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും എല്ലാ മതത്തിലുള്ള ആളുകൾ ഇവിടെ വരികയും സഹകരിക്കുകയൊക്കെ ഇന്നും ചെയ്യുന്നുണ്ട്, നേരത്തെയും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ്. ഇന്നും നല്ല രീതിയിൽ നടന്നു പോവുകയാണ് ഇവിടെ. എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്, ജയൻ എന്നാണ് അറിയണത്. പിന്നെ ഈ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ഉത്സവ കമ്മിറ്റി കൺവീനറായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ മെയിൻ പോറ്റിയത് മഹാദേവൻ പോറ്റിയാണ്. പിന്നെ അജിത് പോറ്റിയുടെ നിത്യപൂജ കാര്യങ്ങളെല്ലാം നടക്കാൻ അജിത് പോറ്റിയുടെ മഹാദേവൻ പോറ്റിയുടെ കീഴിൽ അജിത് പോറ്റിയാണ് ഇപ്പോഴത്തെ ഇവിടെ പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വിശ്വാസികളെയും നമ്മൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ നല്ല ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ചെമ്പകത്തിൻപാറ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പറയുന്നു. ചെമ്പകത്തിൻപാറ ക്ഷേത്രത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി ആധികാരികമായി എൻ്റെ മുമ്പിൽ സംസാരിച്ച ജയപ്രകാശിനും ഈ നാട്ടുകാർക്കും എല്ലാ നാനാജാതി മതസ്ഥർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.